പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 35-ാം ദിനം. വിനയവും വലുപ്പവും. ആകാശത്തിന് കീഴെയുള്ള സർവ്വതിനെയും വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നവരെ നാം കാണാറുണ്ടല്ലോ. അവരുടെ കാഴ്ചപ്പാടിൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും കുറ്റവും കുറവുമുള്ളവരാണ്. അതായത് അവർ മാത്രം യാതൊരു തെറ്റും കുറ്റവും ഇല്ലാത്തവർ. സുപ്രസിദ്ധ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയ് ഒരു കഥ പറയുന്നുണ്ട്. ഒരാൾ പാത്രം കഴുകുകയായിരുന്നു. പല പ്രാവശ്യം കഴുകിയിട്ടും പാത്രം വൃത്തിയായില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ട് അടുത്ത് നിന്ന കുട്ടി പറഞ്ഞു, ദയവായി ആദ്യം നിങ്ങളുടെ കൈകളൊന്ന് കഴുകി വൃത്തിയാക്കുക, എന്നിട്ട് പാത്രം കഴുകി നോക്കുക. അയാൾ അപ്രകാരം ചെയ്തു. അഴുക്ക് തൻ്റെ കൈകളിലായിരുന്നുവെന്ന് അയാൾക്ക് ബോധ്യമാവുകയും ചെയ്തു. മറ്റുള്ളവരെയെല്ലാം ഒന്നടങ്കം വിമർശിക്കുന്നവർക്കും ഈ തിരിച്ചറിവുണ്ടാകണമെങ്കിൽ ആത്മാർത്ഥമായ ആത്മശോധനയ്ക്ക് തയ്യാറാകണം. നമുക്ക് തെറ്റുപറ്റിയാൽ നമ്മുടെ മനോഭാവം എന്താണ്? ഓ, അതിന് അത്ര ഗൗരവം കൊടുക്കണോ? മനുഷ്യരല്ലേ, തെറ്റ് പറ്റാതിരിക്കുമോ? ഇനി ഇതേ തെറ്റ് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ചും നമുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് സംഭവിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക. നമ്മുടെ ചിന്താഗതി നേരെ തിരിയും. ധാർമ്മിക രോഷം സടകുടഞ്ഞെണീക്കും. അതിനൊരു ന്യായീകരണവുമില്ല. മനുഷ്യരായാൽ സൂക്ഷിക്കണം. കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. എല്ലാവരും ഇതറിയട്ടെ എന്നൊക്കെയായിരിക്കും നമ്മുടെ പ്രതികരണം. പ്രസിദ്ധി ആർജിച്ച ഒരു യഹൂദ പണ്ഡിതനായിരുന്നു റബി ശിമയോൻ യോവാക്കീം. പരീശ വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹത്തിന് തന്നെപ്പറ്റിയുള്ള മതിപ്പ് ഏറെ വിചിത്രമായിരുന്നു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ലോകത്തിൽ 2 മനുഷ്യരെ നല്ലവരായിട്ടുള്ളുവെങ്കിൽ അത് ഞാനും എൻ്റെ മകനുമായിരിക്കും. അല്ല, ഇനി ഒരാളെ ഉള്ളുവെങ്കിൽ അത് ഞാൻ തന്നെയായിരിക്കും. നമ്മുടെ തെറ്റുകളും കുറവുകളും സമ്മതിക്കുന്നിടത്ത് നിന്നേ വളർച്ച ആരംഭിക്കുകയുള്ളൂ. നമ്മുടെ തെറ്റുകൾ ആരും അറിയരുതെന്നും എല്ലാവരും നമ്മെ അംഗീകരിച്ച് ആദരിക്കണമെന്നും നാം ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിലും ആദരിക്കുന്നതിലും നാം പരാജയപ്പെടുന്നു. മനുഷ്യർ നിങ്ങളോട് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ നിങ്ങളും അവരോട് ചെയ്യുവിൻ. ലൂക്കോസ് 6-ാം അധ്യായം 31-ാം വാക്യം. നമ്മുടെ മനോഭാവം എന്തെന്ന് ഈ നോമ്പുകാലത്ത് വിലയിരുത്താം. സ്വയം തെറ്റുകളെ തിരുത്തുന്നവരോ അതോ സ്വയം തെറ്റുകളെ മറച്ചുവെച്ച് മറ്റുള്ളവരെ തെറ്റുകാരെന്ന് വിലയിരുത്തുന്നവരോ നാം? ശാന്തമായി ചിന്തിക്കാം. സസ്നേഹം, ഈപ്പനച്ചൻ.